സാഹചര്യം, അവന് ചുറ്റുപാട്, രാജ്യത്തിന് ചുറ്റുപാട്, ഇതൊക്കെ നോക്കിയിട്ടാണ് ചോദ്യത്തിന് മറുപടി പറയാം, ഫത്വകൾ കൊടുക്കുക. ഇതുപോലെ സക്കറിയ സ്വലാഹി പുഴക്കരന്റെ ജിന്നിന്റെ ഫത്വ കൊടുത്ത പോലെ അത് ആ വ്യക്തി പറഞ്ഞു എന്റെ മനസ്സിൽ പ്രാർത്ഥനയില്ല, അപ്പൊ ശിർക്കാവോ? അപ്പൊ സക്കറിയ സ്വലാഹി എങ്കിൽ ഇസ്ലാം നിന്ന് പുറത്തു പോകില്ല. അതല്ലാണ്ട് ഇനി പുഴയ്ക്ക് വീഴുന്ന ആള് ജിന്നിനെ വിളിച്ചാൽ കുഴപ്പമില്ല എന്നല്ല, പുഴയിലേക്ക് മുങ്ങാൻ വീഴാൻ പോകുന്ന ഒരാൾ ജിന്നെ വിളിച്ചാൽ ശിർക്ക് തന്നെ, ഒരു സംശയമില്ല. അതന്നെ സക്കറിയ സ്വലാഹി പറഞ്ഞത്. എന്നിട്ട് ഇബ്നു ബാസ് എന്താ പറഞ്ഞത്? അതുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തിലും ജിന്നോട് എന്ത് ചെയ്യാൻ പാടില്ല, സഹായം ചോദിക്കാനോ പാടില്ല, അത് ശിർക്കാണ്. ഇതേ ഇബ്നു ബാസ് എന്തും പറഞ്ഞത്, വസീല ശിർക്ക് വേറെയും പറഞ്ഞത്. അപ്പൊ ശിർക്കാകുന്നതുകൊണ്ട് ദുആകുന്ന ഇസ്തിആനത്ത് അപ്പൊ ശിർക്കാകും. ആ ജിന്നോടെന്നല്ല, ഒരു ശക്തിയോടും പാടില്ല. ദുആയുടെ പരിധിയിൽ എത്താത്ത അതുകൊണ്ട് അത് ജിന്നിനോട് പാടില്ല, ആരോടും പാടില്ല. പക്ഷേ അതെന്തായില്ല, ശിർക്കിലേക്ക് എത്തൂല. അപ്പൊ നമ്മൾ വിശദീകരിച്ചു. അതിനാണ് നമ്മൾ തെളിവ് ചോദിച്ചത്. എന്ത്? എല്ലാം ശിർക്കാകും എന്ന് പറയാൻ, പ്രാർത്ഥനയാകാത്തതും ശിർക്ക് വരും എന്ന് പറയാൻ തെളിവെന്ത്? അദ്ദേഹം പറഞ്ഞു ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഏത് തഫ്സീറാ പറഞ്ഞത്? ഒരു തഫ്സീറും ഇല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സക്കറിയ സ്വലാഹി അല്ല വിഷയം, തൗഹീദും ഇസ്ലാമുമാണ് വിഷയം. അത് സക്കറിയ സ്വലാഹിനെ ഒരു വിവാദമാക്കി എടുത്തിട്ടെന്നുള്ളൂ. അത് ശിർക്കാണ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ ഇതിനു മുമ്പ് ആരെ പറയണം? സംഘടന 2002 പിളരുന്നതിന് മുമ്പ് കെ മുഹമ്മദ് സുല്ലൈം അൽമനാറിൽ എഴുതിയിട്ടുണ്ട്. എന്ത്? മരുഭൂമിയിലെത്തിയാൽ മലക്കുകളെ ഉറക്കെ വിളിക്കുക, അവർ രക്ഷക്കെത്തും. അന്ന് എതിർക്കാഞ്ഞത്? എന്തുകൊണ്ടന്ന് എതിർത്തില്ല? ഇന്നത്തെ രോഷം വികാരമൊക്കെ അന്ന് ഇവിടെ പോയി. CM മൗലവി ആലുവ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, ചെറിയ മുണ്ടം എഴുതി വെച്ചു, ഉമർ മൗലവി ഇതൊക്കെ എഴുതി വെച്ചു. അതൊന്നും എനിക്കറിയില്ല, ഓലൊന്നും എനിക്കറിയില്ല. എന്നിട്ട് ഹദീസ് ദുർബലമാണിത് മാത്രം എടുക്കാൻ അപ്പുറത്ത് ചർച്ചല്ല എന്ന് പറഞ്ഞ് നിർത്തലല്ല. ഇവിടെ ഒരു വസ്തുതയുണ്ട്, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. എന്തുകൊണ്ട്? അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം, അവൻ ഒരു കാലത്തും മരിക്കാത്തവൻ. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം, അവൻ സമീഉൽ ഖരീബ്, അടുത്തുള്ളവനാണ്, കേൾക്കുന്നവനാണ്. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. എന്തുകൊണ്ട്? അവൻ എന്നെന്നും എല്ലാ കാറ്റും കഴിവുള്ളവനാ. ഇതല്ലാത്ത വിഷയങ്ങൾ ഒരു സൃഷ്ടിയോട് ചോദിച്ചാൽ അനുവദനീയമാകുന്നതുണ്ട്, ഹറാമായതുണ്ട്, ശിർക്കാകുന്നതുണ്ട്, ശിർക്കിലേക്ക് എത്തിക്കുന്നതുണ്ട്. മനുഷ്യരോടാണെങ്കിൽ അങ്ങനെ നിയമങ്ങളുണ്ട്, ജിന്നാണെങ്കിലോ ഒന്നും ചോദിക്കാനും ബന്ധപ്പെടാനും പാടില്ല. അതിന്റെ വകുപ്പ് നമുക്ക് നൽകിയിട്ടില്ല. ഇതാണ് വിഷയത്തിലെ ചുരുക്കം. നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ അവസാനമായിട്ട് ഇപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ മരുഭൂമിയിൽ എത്തിയപ്പോൾ ജിന്നിനെ വിളിച്ചാൽ തരക്കേടില്ല, അല്ലെങ്കിൽ വിളിച്ചോളാം എന്നൊരു വാദം നയവും നമ്മൾക്ക് ആർക്കുമില്ല. ഞാൻ പറഞ്ഞല്ലോ ഹദീസ് എന്തിനാ വന്നതെന്ന്? ശിർക്കിനെ ന്യായീകരിച്ച ആളുകൾക്ക് മറുപടി പറയാൻ, ശിർക്കിനെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം യാ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ മരിച്ചവരല്ല, മരിച്ച് ജീവുള്ളവരാണ്. അതുകൊണ്ട് ഞാൻ ഹയ്യിനൊക്കെ വിളിച്ചോളി എന്ന് അർത്ഥം പറയാനും അല്ല, കാരണം അതിൽ ശിർക്കില്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഹദീസ് കൊണ്ടുവന്നത്. നമ്മൾ മരുഭൂമിയിലേക്ക് എത്തിയാലും ഹദീസിൽ എന്താ ഉള്ളത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനെ പരിചയപ്പെടുത്തി. ആരാണ് അള്ളാഹു? നിന്റെ എല്ലാ വിപല ഘട്ടങ്ങളിലും നിന്റെ എല്ലാ ആവശ്യങ്ങളും നിനക്ക് നിർവഹിച്ചു തരുന്നവൻ. നീ മരുഭൂമിയിൽ നിനക്ക് വല്ലതും നഷ്ടപ്പെട്ടാൽ ആ അള്ളാഹുവോട് നീ പ്രാർത്ഥിക്കുക, ആ അള്ളാഹു നിനക്കത് തിരിച്ച് കൊണ്ടുവന്ന് തരും എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ അള്ളാഹു മരുഭൂമിയിലായാലും പുഴക്കടവിലായാലും വഴിക്കടവിലായാലും നിലമ്പൂരായാലും അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടിയോടും ചോദിക്കാനോ പ്രാർത്ഥിക്കുവാനോ പാടില്ല. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. കാരണം അത് പ്രാർത്ഥനയാണ്, അത് അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ. അള്ളാഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടതിനെ ഒരു സ്വാലിഹായ കർമ്മമായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. സംസാരത്തിനിടയ്ക്ക് ആരുടെ വെറുപ്പും കാര്യമൊന്നുമില്ല. സംസാരത്തിൻ്റെതായ അപ്പപ്പോഴത്തെ നിമിഷങ്ങളിൽ ഉണ്ടാകുന്ന വൈകാരികത ചിലപ്പോൾ സ്വാഭാവികമായി സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. മാപ്പ് ചോദിക്കാൻ എന്തെക്കാട്ടും പ്രായമുള്ള ആളാണ് ഹംസമൗലയും. അല്ലാഹു തആല നമുക്ക് സത്യം മനസ്സിലാക്കി അതിൽ നിലനിന്ന് ഹക്കിന് വേണ്ടി ഈ സംഘടനയോടൊപ്പം ആദർശ പ്രസ്ഥാനത്തോടൊപ്പം മുന്നോട്ട് പോകുവാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലമ തസ്ലീമൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.